ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീമദ് ഭാഗവതം സമാരംഭം കുറിക്കുന്നത് മഹാപുരാണം സംഹിതയായിട്ടാണ്. അതുകൊണ്ടാണ് ഓരോ അധ്യായത്തിലും ശ്രീമദ് ഭാഗവതേ മഹാപുരാണി എന്ന് പറയുന്നത്. അതും പരമഹംസന്മാരുടെ സംഹിതയാണ്. അതിന് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുമെന്ന് പോലും അറിയില്ല എന്നർത്ഥം. അവരുടെ ഉപാസനയുടെ ഫലമാണ്. അതാണ് സംഹിത. നമ്മൾ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതം വേദാന്ത സാരമാണ്. അങ്ങനെയുള്ള ഭാഗവതം ആരംഭം കുറിക്കുന്നത് പുരാണങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയിലൂടെയാണ്. നൈമിഷാരണ്യത്തിൽ വെച്ചിട്ടാണ് വലിയൊരു സത്രം ആരംഭിച്ചത്. ഈ നൈമിഷാരണ്യം വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. നമ്മളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ടുന്ന സ്ഥലം കൂടിയാണ് നൈമിഷാരണ്യം. കാരണം കലിയുഗത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ ഈശ്വരാനുഭവം ഉണ്ടാക്കിക്കൊണ്ട് ഭജനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഋഷീശ്വരന്മാർ അന്വേഷണം നടത്തി. ഈ ഋഷികളുടെ ചിന്തകൾ എന്താണ്? എപ്പോഴും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അവർക്കൊരു ചിന്തയുള്ളൂ. എന്താണ്? എല്ലാം ഇട്ടെറിഞ്ഞു പോയവരാണ് അവർ. എന്തിനു വേണ്ടി? ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്. മാ കശ്ചിത് ദുഃഖഭാഗ്ഭവയിൽ. അപ്പോൾ ഈ കലിയുടെ ദോഷങ്ങൾ, കലിദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇന്ന് കാണുന്നതെല്ലാം കലിദോഷങ്ങളാണ്. ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ കൂടുതലായിട്ട്. നല്ല കാര്യമൊന്നും പറയുന്നത് കേൾക്കാൻ ആളുണ്ടാവില്ല അത്രേ കലിയുഗത്തിൽ. ക്ഷമ തൊട്ടുള്ള സൗശീല്യമുള്ളോർക്കെങ്ങും അനാദരം, എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടർക്കെമ്മട്ടിലും ജയം. ചതിവഞ്ചന, കൈക്കൂലി, കൊലപാതകം, ഏഷണി, പക തൊട്ടുള്ള പലതും പരന്നോ പാരിലിങ്ങനെ. നമ്മൾ കുറെ കഴിഞ്ഞിട്ട് ETC എന്ന് പറഞ്ഞിട്ട് കുത്തിട്ട് വെക്കാറില്ലേ? അതുപോലെ തുറന്നു പോകുന്നതിന്. അതാണിപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം. ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ പറഞ്ഞതാണ്. നല്ല കാര്യങ്ങളിൽ പണ്ട് കാലത്ത് നമ്മുടെ കാരണവന്മാരൊക്കെ ചൊല്ലിത്തന്നത്, നല്ല കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം, നല്ലതോ ചെയ്യുവാൻ ശക്തിയുണ്ടാകണം, ദൈവമേ കൈതൊഴാം കാക്കുമാറാകണം, പാപമാം എന്നെ നീ. അല്ലേ? അങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് പറയുക. അപ്പം നല്ലത് പറയണമെങ്കിലും ശക്തി വേണം, അത് പറഞ്ഞാൽ ഉൾക്കൊള്ളണമെങ്കിലും ശക്തി വേണം. ഇവിടെ എന്താ പറഞ്ഞത്? നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവണം. ഇവിടെ കലിയുഗത്തിൽ അത് ഉണ്ടാവാറില്ല. ക്ഷമ തൊട്ടുള്ള സൗശീല്യമുള്ളവർക്കെങ്ങും അനാദരം. പിന്നെ വിജയം എങ്ങനെയുള്ളവർക്കാണ്? അത് നമുക്ക് പറയാമല്ലോ, പ്രത്യക്ഷമായിട്ട് അറിയാമല്ലോ. എവിടെയൊക്കെ തോന്നിവാസം കളിക്കുന്നുണ്ടോ അവിടെയൊക്കെ വിജയം ഉണ്ടാവുക അല്ലേ? തോന്നിവാസം കളിച്ചവർ അടുത്ത തവണയും ജയിച്ചു വരും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? അങ്ങനെയാണ്. കാരണം എത്ര തോന്നിവാസം കൂടിയിട്ടുണ്ടോ അവർക്ക് അതിനനുസരിച്ച് വിജയം ഉണ്ടാവും ലോകത്തിൽ. അതാണ് കലിയുഗത്തിൻ്റെ പ്രഭാവമാണ്. ഈ കലിയുടെ കൈയുണ്ടല്ലോ, അതെപ്പോഴും അധർമ്മത്തിൻ്റെ ചുമലിലുണ്ടാവും. ഇങ്ങനെ എപ്പോഴും ഈ അധർമ്മത്തിൻ്റെ ചുമലിൽ കെട്ടിയിട്ടാണ് ആര് സഞ്ചരിക്കുക? കലിപുരുഷൻ സഞ്ചരിക്കുക. അപ്പോൾ കലിക്ക് ജീവിക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അധർമ്മം നിലനിൽക്കണം, അധർമ്മം വേണം. അപ്പോൾ കലി ഏതിനെയാണ് പ്രോത്സാഹിപ്പിക്കുക? അധർമ്മത്തെ. അതാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. നല്ല കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല.
അങ്ങനെയുള്ളൊരു കാലഘട്ടം കലിയുഗം ആരംഭിച്ചു ലോകത്തിൽ. ഇപ്പം എത്രയായിട്ടുണ്ടാവും കൊല്ലെന്നറിയോ? അറിയില്ലേ എത്രയും? ഞാൻ കുറച്ച് വർഷം മുമ്പ് ഗുജറാത്തിൽ സോമനാഥൻ്റെ സമീപത്ത് പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ഭഗവാൻ ഇവിടുന്ന് പോവുകയും അതേ സമയത്ത് കലി പ്രവേശിക്കുകയും ചെയ്തു. ഒന്ന് പോയി കിട്ടാനാണ് നിന്നത് കലി. അന്ന് മുതൽ കലിയുഗം ആരംഭിച്ചു എന്നാണ്, അല്ലേ? കേട്ടിട്ടുണ്ടാവില്ല. പിന്നീടാണ് ഈ കലിയാണ് പരീക്ഷത്തുമായിട്ട് സംഭാഷണം ചെയ്യുകയൊക്കെ ചെയ്ത കഥകൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത്. അവിടുന്ന് കൂട്ടിക്കോളൂ, കണക്ക് കൂട്ടിക്കോളൂ. ഭഗവാൻ ഇവിടുന്ന് പോയിട്ട് BC 3102 പ്ലസ് 2023 അത്രയും വർഷമായി. അപ്പോൾ 5000 ഇത്രയല്ലേ, 125 അതിന് 125 വർഷം മുമ്പാണ് ആദ്യത്തെ ജന്മാഷ്ടമി ഭഗവാൻ ജനിച്ചതൊക്കെ. അപ്പോൾ കലിയുഗം ആരംഭിച്ചിട്ട് ഇത്രയും വർഷമായി. കലിയുടെ പ്രഭാവം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ചില ആൾക്കാർ പറഞ്ഞു 18 ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു, ചില ആൾക്കാർ പറഞ്ഞു 19 അവസാനിക്കുമെന്ന് പറഞ്ഞു, പിന്നെ 20 ആയി, ഇതുവരെ എത്തി അല്ലേ? ഇവിടെ വരാൻ സാധിച്ചു. ഏതായാലും അപ്പം എന്താ, കലിയുഗത്തിൻ്റെ പ്രഭാവം അങ്ങനെ നിറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അത് തുടക്കം കുറിക്കുന്ന സമയത്താണ് ഋഷീശ്വരന്മാർ ചിന്തിച്ചത്, നമ്മുടെ നാട്ടിലുള്ളവർക്ക് നന്മയുണ്ടാക്കുന്നതിന് വേണ്ടി, ലോകാസമസ്ത എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ, ലോകത്തിലുള്ളവർക്ക് മുഴുവനും നന്മയുണ്ടാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ പൂർവികർ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ നന്മയുടെ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് നമ്മളിപ്പോഴും അനുഭവിക്കുന്നത്. നമ്മളിനിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റ് എടുക്കാൻ ഉണ്ടാവുമോ? ഡെപ്പോസിറ്റ് എന്തെങ്കിലും വേണ്ടേ? പുണ്യം സമ്പാദിക്കണമെങ്കിൽ നമ്മൾ പുണ്യം വിതയ്ക്കണം. വിതച്ചതാണ് കൊയ്യുക. പുണ്യം വിതച്ചാൽ പുണ്യം കൊയ്യും, ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് കൊയ്യും, അല്ലാതെ പയറ് കിട്ടില്ല. കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യണം. പ്രഹ്ലാദ ചരിത്രത്തിലും ഭാഗവതത്തിലുടനീളം പറയുന്നതാണ്, ക്ഷീണേന പുണ്യം കുശലേന പാപം എന്നാണ്. നമ്മൾ സുഖഭോഗങ്ങൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പുണ്യം എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. അങ്ങനെ പുണ്യം ചില സ്ഥലത്തൊക്കെ കുറയുമ്പോൾ 10% പുണ്യമാവും. അപ്പോൾ 90% എന്താ ഉണ്ടാവുക? പാപം. അപ്പോൾ ഈ പുണ്യത്തെ വർദ്ധിപ്പിക്കണം. എങ്ങനെ? സൽക്കർമ്മങ്ങൾ കൊണ്ട് വർദ്ധിപ്പിക്കണം. ഔഷധം വേണം, മന്ത്രം വേണം, ജപം വേണം, സമാധി, ഹോമം, പാരായണം, നാമസങ്കീർത്തനമോ പുരാണ പാരായണമോ, നാമസങ്കീർത്തനമോ പുരാണ പാരായണമോ, ഏതു നിലയിൽ ഞാനീ ജന്മമുയർത്തിടു മാധവ മരതകവർണ്ണ മഹാപ്രഭു. നാമസങ്കീർത്തനം, പുരാണ പാരായണം അല്ലേ, ഇത്യാദികളോടുകൂടി ഗംഗാ ഗീതാച ഗായത്ര ബിജ തുളസിക ഗോപിക ചന്ദനം തൽ സാലഗ്രാമാഭിപൂജ പരപുരുഷ തഥൈകാദശി നാമവർണ്ണ. പല പല മാർഗങ്ങളും കലിയുഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. 8 മാർഗങ്ങൾ. വളരെ ലളിതമായിട്ട് ഒരു സാലഗ്രാമം വെച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒരു തുളസി ഇട്ടാൽ മതി എന്നാണ്. വലിയ പൂജയായി കലിയുഗത്തിൽ. ഏകാദശി വ്രതമെടുക്കാൻ വലിയ ചിലവൊന്നും വരില്ല, കടമൊന്നും വാങ്ങിക്കേണ്ടി വരില്ല. അത് ഇന്നുള്ള ഏകാദശി വ്രതത്തിനാണ് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഏകാദശ്യ നിരാഹാരം എന്നാണ്. വളരെ പരിശുദ്ധമായിട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിലൂടെ പുണ്യം വർദ്ധിപ്പിക്കുകയും പാപത്തെ ക്ഷയിപ്പിക്കുകയും ചെയ്യാൻ സാധിച്ചാൽ അതാണ് നമുക്ക് കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠം. ഈ ഒരു ചിന്തയോട് കൂടിയിട്ട് കലിയുഗത്തിലെ ജനങ്ങൾക്ക് നന്മയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശൗനകൻ തുടങ്ങിയിട്ടുള്ള ഋഷികൾ, ശൗനകാദി ഋഷികൾ, ഇത് മറക്കരുത് കേട്ടോ, ഇത് അടിസ്ഥാനമാണ്. ശൗനകാദികൾ ഈ ഇടയ്ക്കിടയ്ക്ക് പറയേ, ശൗനക ഉവാച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവേണ്ടത്. ശൗനകൻ തുടങ്ങിയിട്ടുള്ള ഋഷികൾ അവരെന്ത് ചെയ്തു? ബ്രഹ്മദേവനെ സമീപിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, കലിയുഗത്തിൽ രക്ഷപ്പെടണമെങ്കിൽ സൽക്കർമ്മങ്ങൾ വേണം. ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ വന്ന് നാമം ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
അതുപോലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് പറ്റുമോ? ഇല്ല. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ സഹസ്രനാമം ഇപ്പോൾ മുഴിപ്പിച്ചേക്കാന്ന് വിചാരിച്ച് എങ്ങനെ ഉണ്ടാവും അല്ലേ? പരസ്യങ്ങൾ മുതലിങ്ങോട്ട് തുടങ്ങുക ഈ സകലം നമുക്ക് പറ്റില്ല. മനസ്സിനെ ആദ്യം എന്ത് ചെയ്യണം? ഏകാഗ്രമാക്കണം. കോൺസെൻട്രേഷൻ ഉണ്ടാവണം എന്ന് പറയും. അതുണ്ടാവണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. ഈ കലിബാധ ഉള്ളിടത്തൊന്നും മനസ്സ് ഏകാഗ്രമാവില്ല. നമുക്ക് വീട്ടിലായാലും ക്ഷേത്രത്തിൽ പോലും എന്താണ് മനസ്സ് ഏകാഗ്രമാകുന്നില്ലെങ്കിൽ അവിടെയും കലിബാധ വന്നു എന്ന് കണക്കാക്കണം. അപ്പോഴാണ് ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചു, എന്താ ഈ ചോര ശാന്തി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചോര രക്തം അല്ലേ, അതാണ് അവരുടെ സംശയതാണ്. ഈ രക്തം അവിടെ വന്നിട്ട് കൊണ്ട് അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ശരിക്കും ഉദ്ദേശിച്ചത്, അവിടെ കള്ളം കയറിയിട്ടുണ്ടോ? കള്ളം കയറിയിട്ടുണ്ട്. എന്നിട്ട് കള്ളന് ശാന്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കള്ളം കയറി കഴിഞ്ഞാൽ അവിടുത്തെ പുണ്യമൊക്കെ കുറഞ്ഞു വരും അല്ലെ, അശുദ്ധി വന്നു കഴിഞ്ഞാൽ. അപ്പം അതിനുള്ള കർമ്മമാണ്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ഈ മനസ്സിലും ഇതുപോലെ ചോരന്മാർ കയറി വരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ചോരന്മാർ കയറി വന്നു കഴിഞ്ഞാൽ മനസ്സ് എന്തായിരിക്കും? പ്രക്ഷുബ്ധമായിരിക്കും. അശാന്തസ്യ കുതസുഖം. ഭഗവാൻ ചോദിച്ചതാണ്. പണമുണ്ടായി, സമ്പത്തുണ്ടായി, കോടിക്കണക്കിനുണ്ട്, എന്ത് വേണമെന്ന് അറിയുന്നില്ല, വീണ്ടും വീണ്ടും സമ്പാദിക്കുന്നു. ആയിരക്കണക്കിന് കോടി ഉണ്ടാക്കിയിട്ട് ഒരു ബിൽഡിങ്ങേ കെട്ടിയിട്ടുള്ളൂ. അതുപോലെ പലർന്നും തുടങ്ങി വെച്ചു. വയസ്സ് 70 പക്ഷെ മനസ്സിന് ശാന്തി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാനുള്ള മാർഗം, മനഃശാന്തി ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗമാണ് ഋഷീശ്വരന്മാർ നമുക്ക് ഉപദേശിച്ചത്. അങ്ങനെയാണ് ശൗനകാദികൾ ഇവിടത്തേക്ക് എത്തിയത്, ബ്രഹ്മദേവൻ്റെ സമീപത്തേക്ക് എത്തിയത്. ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭജനം നടത്തിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പൂർണ്ണ ഫലത്തിലെത്തണമെങ്കിൽ അവിടെ കലിബാധ ഉണ്ടാവരുത്. ഈശ്വര ഭജനം നടത്തുന്നിടത്ത് കലിബാധ ഉണ്ടാവരുത്. പരീക്ഷത്തിൻ്റെ ചരിത്രത്തിൽ ബ്രഹ്മാവർത്തം എന്നൊക്കെയാണ് പറയുക. സരസ്വതി ദൃഷദ്വതി നദിയുടെ ഇടയിലുള്ള സ്ഥലം. യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പറയും പ്രാസാദം ശുദ്ധീകരിക്കണം, മണ്ഡപമുണ്ടാക്കണം, മണ്ഡപം ശുദ്ധീകരിക്കണം, ഒരു ഈശ്വരനെ കുടിയിരുത്തണ്ടേ നമുക്ക്. അങ്ങനെയുള്ള ഒരു സ്ഥാനം വേണം. അതെവിടെയാണുള്ളത്? കലിയുഗത്തിൽ എവിടെയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തു, ഒരുപാട് പേരില്ലേ, എല്ലാവരും കൂടി ഞാൻ പറയുന്നത് പോലെ ചെയ്യുമോ എന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ചക്രം കൊടുത്തു എന്നാണ്. നേമി എന്ന് പറഞ്ഞാൽ ഇവിടെ ചക്രം എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു വട്ട്, അത് അല്ലേ അങ്ങനെ സാധാരണ നമ്മൾ പറയാറില്ല. അങ്ങനെ ഒരു സാധനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഉരുട്ടിയിട്ട് പോയിക്കോളൂ, കലിബാധ ഉള്ളിടത്തൊക്കെ ഇത് പിടുത്തം കിട്ടും. കലിബാധ ഉള്ളിടത്തൊക്കെ നല്ല പിടുത്തം ഉണ്ടാവും, അങ്ങനെ പോയിക്കോളൂ. എവിടെയാണോ കലിബാധ ഇല്ലാത്തത് അവിടെ വെച്ചിത് തകരും. എവിടെ വെച്ചിട്ടാണോ തകരുന്നത് ആ സ്ഥലത്ത് കലിബാധ ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഭജിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഋഷീശ്വരന്മാരൊക്കെ കൂടിയിട്ട് ശൗനകാദികൾ ഈ വട്ട് അല്ലെങ്കിൽ ഈ വീല് ചക്രം ഉരുട്ടി ഇങ്ങനെ പോവുകയാണ്. പിന്നാലെ പോകുന്നു, ഇതും സുഖമായിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല. കാരണം കലിബാധ ഉണ്ട് എന്നാണ് അർത്ഥം. ഒരിടത്ത് എത്തിയപ്പോഴേ രൂപമൊക്കെ മാറി ഇതിങ്ങനെ കറങ്ങാൻ തുടങ്ങി. കറങ്ങി പിന്നെ ഇത് കാണുന്നില്ല, പൊട്ടിത്തകർന്നു. അവിടെയാണ് ആ കറക്കത്തിൻ്റെ ഫലമായിട്ടാണ് വലിയൊരു കിണർ പോലെ ഉണ്ടായി. ആഴം നിശ്ചയിക്കാൻ പറ്റിയില്ല. ചക്രതീർത്ഥം എന്ന് പറയുന്നത് അവിടെയാണ്. ആ സ്ഥലമാണ് ഇപ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ളത്. നൈമിശീര്യദൈരി നൈമിഷം, നൈമിഷം എങ്ങനെ വേണമെങ്കിലും പറയാം. അതാണ് നൈമിഷം. അതൊരു കാട്ടിലായതുകൊണ്ട് അതാണ് നൈമിഷാരണ്യം എന്ന പേരിലേക്ക് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. UP അല്ലേ, UP എന്താ അവിടെയാണ് ഇപ്പോഴും. നൈമിഷാരണ്യത്തിൽ പോയവരൊക്കെ ഉണ്ടാവില്ലേ? UPയിലാണ്. സീതാപൂർ ഡിസ്ട്രിക്റ്റ്, ലക്നോ സ്റ്റേഷൻ അടുത്തുള്ള സീതാപൂർ ജില്ല, അവിടെയാണ് ഈ നൈമിഷാരണ്യം. എപ്പോഴെങ്കിലും പോകേണ്ട സമയം അവസരം വന്നാൽ പോവുക. അവിടെ ഇരുന്നു. കലിബാധ ഇല്ലാത്ത സ്ഥലം അതാണെന്ന് അന്ന് തീരുമാനിച്ചു. അവിടെ വെച്ച് ആരംഭിച്ചു. അങ്ങനെയാണ് അവിടെ വെച്ചിട്ട് ഒരു സത്രം ആരംഭിച്ചത്. സത്രം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസത്രം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു?
ലോകത്തെ സ്വർഗമാക്കാനാണ്. ഇത് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത് എന്താണെന്നറിയോ? നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയശൗനഗാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. അനേകായിരം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം അവിടെ വെച്ച് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ഈ സത്രത്തിൽ ഈശ്വരനെ കുറിച്ച് പറയാനുള്ളവരും വേണം, ചോദ്യം ചോദിച്ച് അതുപോലെ ആ മാനസികാവസ്ഥയിൽ ഉൾക്കൊള്ളുന്നവരും വേണം, എങ്കിലേ സത്രമാവുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുറേ കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോവുക, വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ സത്രവോ സത്താവോ ഒന്നുമില്ല. വക്താവും ശ്രോതാവും ആ രണ്ട് ഭാവനയിൽ ഒരുമിച്ച് ചേരണം. അതായത് ഗുരുവും ശിഷ്യനും തമ്മിൽ ഉരസുമ്പോൾ ആ അരണിയിൽ നിന്നാണ് അഗ്നി ഉണ്ടാകുന്നത്, ജ്ഞാനാഗ്നി ഉണ്ടാകുന്നത്. ഗുരുവായൂരപ്പൻ പറഞ്ഞതാണ്, അല്ല ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞതാണ്. ഈ രണ്ട് അരണിയും തമ്മിലുള്ള ഉരസലിലൂടെയാണ്. പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ, പ്രശ്നവും ഉത്തരവുമായിട്ടാണ്, പ്രശ്നോത്തരിയായിട്ടാണ്, ചോദ്യങ്ങളിലൂടെയാണ് ഇത് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ നൈമിഷാരണ്യം എന്ന പുണ്യഭൂമിയിൽ എത്തിയപ്പോൾ അവിടെ ഇരിക്കാൻ തോന്നി. ഇരുന്നപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. എങ്ങനെ ഭജനം തുടങ്ങണം എന്നറിയില്ലല്ലോ. നമുക്കാണെങ്കിലും ചെറിയൊരു ധാരണയുണ്ട് എങ്ങനെ സപ്താഹം തുടങ്ങാമെന്ന്. കാരണം ഗുരുമുഖത്തു നിന്ന് കേട്ടതുകൊണ്ട്. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് എങ്ങനെ തുടങ്ങണം എന്നറിയാതിരിക്കുമ്പോൾ എന്തൊക്കെയോ വെച്ചിട്ട് ഭാഗവതമൊക്കെ നടത്തുന്നില്ലേ ഇപ്പോഴും, കാണുന്നില്ലേ? ഭാഗവത സപ്താഹം കേൾക്കാൻ പോലല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മാറിയിട്ടുണ്ട്, കാണാൻ പോലാണ്. മനസ്സിലായോ? സപ്താഹം കാണാൻ പോകണം. ആൾക്കാർ ഇപ്പോൾ പറയാൻ തുടങ്ങി, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയാൻ തുടങ്ങി, സപ്താഹം കാണാൻ പോകണ്ടേ എന്നാ ചോദിക്കുക. ആ രീതിയിലേക്ക് മാറ്റം വന്നു. ശ്രവണം എന്നുള്ളത് പോയി, കാഴ്ച വസ്തുവായിട്ട് മാറി. യജ്ഞം കാഴ്ചയ്ക്ക് മാത്രമായിട്ട് മാറുമെന്ന് മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സത്യാവുന്നില്ലേ? അതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ വേണമെന്ന് അറിയാതെ കണ്ട് പരിഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സാക്ഷാൽ ആരാണ്? സൂതൻ, പുരാണ ആചാര്യൻ, കോടി സൂര്യ സമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം. സൂതൻ, കോടി സൂര്യ സമപ്രഭ. എന്താ ഈ കോടി സൂര്യൻ? ജ്ഞാനസൂര്യൻ. കോടി ജ്ഞാനസൂര്യൻ ഒരുമിച്ച് ഉദിച്ചുയർന്നാലുണ്ടാകുന്ന ജ്ഞാനപ്രകാശത്തോടുകൂടി സൂതൻ അവിടെ എത്തിച്ചേർന്നു. ഈ സൂതൻ്റെ പേരെന്താണെന്നറിയോ? ചില ആളൊക്കെ, ഞാൻ ഈ ശ്രീധര്യത്തിൽ പ്രശ്നോത്തരിയിൽ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ സംശയം ഇങ്ങനെ വരാറുണ്ട് അല്ലേ? ഉഗ്രശ്രവസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് എല്ലാം ഒന്ന് പറഞ്ഞു പോകാമെന്ന് ഉദ്ദേശിച്ചുള്ളൂ, വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഏതായാലും വന്നില്ല ഇവിടം വരെ. അച്ഛൻ്റെ പേരാണ് രോമഹർഷണൻ. അദ്ദേഹം കഥ പറയുമ്പോൾ രോമാഞ്ചം ഉണ്ടാകും എല്ലാവർക്കും ആ കഥ കേൾക്കുമ്പോൾ. അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടാവും, അത് പറയേണ്ട ആവശ്യമില്ല. എങ്ങനെ രോമം എഴുന്നേറ്റ് നിന്നുകൊണ്ട് രോമാഞ്ചിതനായിട്ട് ആ കഥ പറയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് രോമഹർഷണൻ. രോമഹർഷണൻ്റെ പുത്രനാണ് ആര്? ഉഗ്രശ്രവസ്. ആ ഉഗ്രശ്രവസ് എന്ന സൂതൻ എന്ത് ചെയ്യുന്നു? അവിടെ എത്തിച്ചേർന്നു. എല്ലാവരും നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഭാവം അത്ര വലുതാണ്. അവിടെ വെച്ചിട്ട് കഥ പറയാൻ ആരംഭിക്കുകയാണ്. അതാണ് ഈ നൈമിഷാരണ്യത്തിൽ വെച്ചുള്ള സംഭവം. ഇവിടുത്തെ ചോദ്യത്തിനനുസരിച്ച് കഥ പറയുന്നു. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് സത്രം നടത്തുന്നതെന്നൊരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സത്രം? സ്വർഗായ ലോകായ. ഇതിനു വേണ്ടിയിട്ടാണ്, സ്വർഗലോകത്തിന് വേണ്ടിയിട്ട്. ഈ സംസ്കൃതത്തിൽ ഒരു പ്രയോഗമുണ്ട്, കൃഷ്ണായ എന്ന് പറയും. കൃഷ്ണായ എന്ന് പറഞ്ഞാൽ കൃഷ്ണനായിക്കൊണ്ട്, കൃഷ്ണന് വേണ്ടി എന്നർത്ഥം. ദേവകീ നന്ദനായ ച. ഞാൻ ഇതിലുള്ള ഉദാഹരണമേ പറയുന്നുള്ളൂ, ഇപ്പൊ കഴിഞ്ഞതുകൊണ്ട് അത് പറഞ്ഞു. ദേവകീ നന്ദനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നില്ലേ? അതേപോലെയാണ് ഇവിടെ സ്വർഗായ എന്ന് പറഞ്ഞത്. എന്താ അർത്ഥം? സ്വർഗത്തിനായിക്കൊണ്ട് ഒരു യജ്ഞം, ഒരു യാഗം നടത്തി എന്നാണ്. സ്വർഗത്തിന് വേണ്ടിയിട്ട് ഒരു യാഗം നടത്തി. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ യാഗമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗത്തിനാണെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലാത്രേ. അതാണ് ഇവിടെ ഭാഗവതത്തിൻ്റെ പ്രത്യേകത. സ്വർഗായ ലോകായ. സ്വർഗായ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിലുള്ളവർ പോലും ഗാനം ചെയ്യുന്ന ഒരുവന്റെ ലോകത്തിന് വേണ്ടിയിട്ടുള്ള സത്രം. അതേതാണ്? ബ്രഹ്മസത്രം.
അവിടെ എത്തുക എന്നുള്ളതാണ്. അല്ലാതെ സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ പ്രവർത്തനങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മറ്റുള്ള മതങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ, സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. സ്വർഗത്തിലെ ആ സ്വർഗത്തിലേക്ക് അത് ഇന്ന വിഭാഗത്തിലേ പറ്റുള്ളൂ, അത് അല്ലാത്തവരൊക്കെ പാപികൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ പറയാം. നമ്മൾക്ക് അങ്ങനെ ഒന്നും ഇല്ല ഉണ്ടോ? ഇല്ല. സ്വർഗം എന്നല്ല, ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ബാദരായണൻ താനും അരുൾ ചെയ്തു, ഗീതയും ബഹുമാനിച്ചു ചൊല്ലുന്നു. വേദവും ഒക്കെ പറയുന്നത് എന്താണ്? നമ്മൾ പൂജകളൊക്കെ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കല്ല സമർപ്പിക്കുക, ബ്രഹ്മാർപ്പണ വസ്തു എന്നാണ്, അല്ലെ? ബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കും. ബ്രഹ്മസത്യം ജഗന്മിഥ്യ. പിന്നെ ചില ആളുകൾ സ്വർഗത്തിന് വേണ്ടി നല്ലതുപോലെ പരിശ്രമിക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് ഭാഗവതം ശരിയായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട്? ഈ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരേണ്ടി വരും. അറിയോ? അത് പോകുന്നവൾ വളരെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. വിസിറ്റിംഗ് വിസയിൽ വിദേശത്തൊക്കെ പോകുന്ന പോലെ ഉള്ളൂ. 3 മാസത്തേക്കാണെങ്കിൽ, അല്ലേ, 3 മാസമല്ലേ കൊടുക്കുന്നതെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ ഒന്നുകിൽ നാട്ടിലെത്തണം, അല്ലെങ്കിൽ ജയിലിൽ പോകണം. രണ്ടാലൊന്ന് തീരുമാനമാണ് അവിടെ. കാരണം കാലാവധി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പം ചിലതിൻ്റെയൊക്കെ കാലാവധി കഴിയുമ്പോൾ തലേ ദിവസമൊക്കെ ഒരു മെസ്സേജ് എങ്കിലും വരും. ഈ സ്വർഗത്തിൽ പോയവർക്ക് മെസ്സേജ് ഒന്നും വരില്ല. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. എന്താണ്? ആ പുണ്യം എപ്പോഴും തീരുന്നോ ആ സമയത്ത് ഇവിടത്തേക്ക് തിരിച്ചു വരേണ്ടി വരും. നമ്മളെ തിരുമേനി, പൂന്താനം തിരുമേനി അതുകൊണ്ട് പറഞ്ഞെന്താണെന്ന് അറിയാം. ജ്ഞാനപ്പാനയിൽ തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാണും ഒരിടത്തിരുന്നിട്ട് വിറ്റൂണെന്ന് പറയും കണക്കിനെ. വിറ്റൂണ് എവിടെയുള്ള നാട്ടിലുള്ള സ്ഥലം വെക്കുക, ടൗണിൽ വന്നിട്ട് ഫ്ലാറ്റിൽ താമസിക്കുക, കാശ് കഴിയുമ്പോൾ വാടക കൊടുക്കാനില്ലാതിരിക്കുമ്പോൾ വീണ്ടും വിൽക്കുക, വീണ്ടും വരിക. ഇതുപോലെ മാത്രമാണ് നമ്മൾ പുണ്യം സമ്പാദിച്ചാൽ അത് തീരുമ്പോഴേക്ക് അടുത്തത് സമ്പാദിച്ചാൽ നമുക്ക് അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടാം. അതുകൊണ്ടത് ശ്രേഷ്ഠമാണോ? ആണോ? അല്ല. ശാശ്വതമായ ഒരു ലോകത്തിലേക്ക് എത്താൻ അതിനുള്ള പരിശ്രമമാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഇവിടെയും ചെയ്തത് സത്യത്തിൽ കേട്ടോ. സ്വർഗായ ലോകായ, സ്വർഗത്തിലുള്ളവർ പോലും ഗാനം ചെയ്യുന്ന ഒരുവന്റെ ലോകത്തിലേക്ക്. അതിപ്പോൾ ഇവിടെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ വേദവ്യാസന് പ്രയാസമുണ്ടായിരുന്നു. അത് പറഞ്ഞ ഗോലോകത്തെക്കുറിച്ച് പറയണം. കേട്ടിട്ടുണ്ടോ ഗോലോകം? ഗോലോകത്തേക്ക് കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാഗവതമൊന്നും പറയലുണ്ടാവില്ല. അദ്ദേഹത്തിന് രാധാറാണിയെക്കുറിച്ച് തോന്നുകയായി മോഹാത്സ്യപ്പെട്ട് വീഴും. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ രാധ എന്നുള്ള ശബ്ദമില്ല. അത് വേണമെങ്കിൽ ഗർഗഭാഗവതത്തിലേക്ക് പോകണം, വേണ്ടേ? അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരുവന്റെ ലോകത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്, ബ്രഹ്മസായുജ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇത്. ഈ ഇവിടെ നടക്കുന്ന ബ്രഹ്മസത്രം അത് എത്ര കാലം ഒന്നുമില്ല. നമുക്കിപ്പോൾ ഭാഗവതത്തിനിപ്പോൾ ഈ ഭാഗവതം മുഴുവൻ വായിച്ച് പറയാൻ 70 ദിവസം കൊണ്ട് പറ്റുമോ? പറ്റില്ല. അനേക കാലം നീണ്ടു നിൽക്കും. കാരണം അത് വിസ്തരിച്ച് വർണ്ണിക്കണമെങ്കിൽ കാലം ഒന്നും മതിയാവില്ല. അതുകൊണ്ടാണ് അനേക കാലം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം ആരംഭിച്ചു എന്ന് പറഞ്ഞത്. അവിടെ സത്രം ആരംഭിച്ചു. ഇനി ഈ സത്രമാണ് അവസാന ദിവസം വരെ നമ്മൾ ഭാഗവതത്തിലൂടെ കാണുന്നത്. ഈ സൂതനും ശൗനകാദികളും തമ്മിലുള്ള സംഭാഷണം ഇത് ഒരു ഭാഗത്ത് നടക്കും. അതിനിടയിൽ നമ്മൾ പലയിടത്തും പോകുന്നതൊക്കെ ഫ്ലാഷ് ബാക്കാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പിന്നെ അത് ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമ്മളവിടെ കൊണ്ടുപോവുകയാണ്. ഇവിടെ ആദ്യമായിട്ട് ഭാഗവതത്തിൽ 2-3 ശ്ലോകങ്ങളെക്കുറിച്ച് ഞാനൊന്നും മിണ്ടാതെയാണ് അടുത്ത ഭാഗത്തേക്ക് പോയത്, അല്ലേ? എന്തിനാണ്? സത്രത്തിലെത്തിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് വിഷമാണ്. ഏതായാലും ഒരു കാര്യം ചിന്തിക്കുക. ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത് ജന്മാദ്യസ്യ യദുന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആ പരമമായ സത്യം
എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ ഭാഗവതം ആരംഭിച്ചത്. ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം എങ്ങനെയാണ്? ജന്മാദ്യസ്യ. എങ്ങനെ അവസാനിച്ചു? എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ. ആര്? ആ പരമമായ സത്യം. സകലത്തിൻ്റെയും ജന്മം, ഉൽപ്പത്തി ഏതിൽ നിന്നാണോ, ഏതിലാണോ അത് നിലനിൽക്കുന്നത്, ഒടുവിൽ ഏതിലേക്കാണോ അത് എത്തിച്ചേരുന്നത്, ആ ഒരു പരബ്രഹ്മ സത്തയിൽ നിന്നാണ് സകലതും ഉണ്ടായിട്ടുള്ളത്. ആ പരബ്രഹ്മത്തിൽ നിന്നാണ് ആദിനാരായണ സ്വരൂപം ഉണ്ടായിരിക്കുന്നത്. ആ ആദിനാരായണൻ അങ്ങനെ പ്രളയത്തിൽ അയനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാഭിയിലൊരു പത്മമുണ്ടായി. അങ്ങനെ ഭഗവാൻ ആരായി തീർന്നു? പരബ്രഹ്മം പത്മനാഭനായി. ആ നാഭി കമലത്തിലാണ് ബ്രഹ്മദേവൻ ഉണ്ടായത്. പരബ്രഹ്മത്തിൽ നിന്ന് തന്നെ ആരുണ്ടായി? ബ്രഹ്മദേവനുണ്ടായി. ആ ബ്രഹ്മദേവൻ ഭവഭീതനായി പരിഭ്രമിച്ചു. 4 ഭാഗത്തേക്ക് നോക്കിയപ്പോൾ നാൻമുഖനായി. ഈ ഭവഭീതി മാറ്റുന്നതിന് വേണ്ടി ആദിനാരായണമൂർത്തിയായ ഭഗവാൻ 4 ശ്ലോകങ്ങൾ ഉപദേശിച്ചു കൊടുത്തു ബ്രഹ്മാവിന്. അതിൻ്റെ പേരാണ് ചതുശ്ലോകി ഭാഗവതം. ഭാഗവതത്തിൻ്റെ മുഴുവൻ രത്ന ചുരുക്കമാണ്. അത് ഉൾക്കൊണ്ടതോടുകൂടിയിട്ട് ബ്രഹ്മാവിന് സൃഷ്ടികർമ്മത്തിന് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുണ്ടായി. അങ്ങനെയാണ് ബ്രഹ്മദേവൻ എന്ത് ചെയ്യുന്നത്? സൃഷ്ടികർമ്മങ്ങളൊക്കെ പ്രപഞ്ചത്തിൽ നിർവഹിക്കുന്നത്. ഭൂമി, വായു, തേജസ്, ഇല്ലേ, ഇങ്ങനെയുള്ള പഞ്ചഭൗതികമായ വസ്തുക്കളെ കൊണ്ട് പ്രപഞ്ച സൃഷ്ടികൾ നടത്താൻ ബ്രഹ്മാവിനെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ചൈതന്യ വിശേഷമാണ്. അങ്ങനെയുള്ള പരബ്രഹ്മം, സകലത്തിനും ആധാരമായിരിക്കുന്ന പരബ്രഹ്മം എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ഈ നമ്മൾ കേട്ടിട്ടുണ്ടോ? രാമായണ മാസത്തിൽ രാമായണം 24,000 ശ്ലോകങ്ങൾ കൊണ്ട് വേദവ്യാസനല്ല, ആരാണ്? വാൽമീകി, അല്ലേ? 24,000 ശ്ലോകങ്ങൾ കൊണ്ട് വേദവ്യാസനല്ല, വാൽമീകി. പിന്നീട് അധ്യാത്മ രാമായണമാണ് ആര് എഴുതിയത്? വ്യാസൻ എഴുതിയത്. ഭാഗവതത്തിലും രാമായണം കാണും. പക്ഷെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഗായത്രി മന്ത്രത്തിൻ്റെ സത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. 24 അക്ഷരങ്ങളുള്ള ആ ഗായത്രി മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും 1000 ശ്ലോകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് 24,000 ശ്ലോകങ്ങൾ കൊണ്ട് ആദികാവ്യം രചിച്ചത്. വാൽമീകി മഹർഷി രചിച്ചതെങ്കിൽ ഭാഗവതവും എങ്ങനെയാണ് രചിച്ചിട്ടുള്ളത്? ഇപ്പോൾ എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്നുള്ള ആ ഗായത്രി മന്ത്രത്തിൻ്റെ സാരം കൊണ്ട് തന്നെയാണ് ഏതും ആരംഭിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതവും. സത്യം പരം ധീമഹി. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ അവിടെ എഴുതി വെച്ചിട്ട് കാണാം സത്യം പരം ധീമഹി, അല്ലേ? നമ്മൾ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അങ്ങനെയല്ലേ പണ്ട് കാലത്തെ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും മാറിയെന്ന് അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല ഇതിനകത്ത്. സത്യം പരം ധീമഹി ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലെ അവസാന ഭാഗമാണ്. അത് ബ്രഹ്മം തന്നെയാണ്. തത്താവത് ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനം. ആ ബ്രഹ്മം തന്നെയാണ്. അതാണ് സത്യം പരം ധീമഹി. ആ ബ്രഹ്മപ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ശ്ലോകം, ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം എന്താണ്? ഈ ബ്രഹ്മ പ്രാർത്ഥനയാണ്. ഇതിലൂടെ ആരംഭിച്ചു. അപ്പോൾ നമ്മൾ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഏത് കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും എന്ന് പറയാം, എന്നിട്ട് അതിനെ പ്രാർത്ഥനയോടുകൂടി സൽക്കർമ്മങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം. കർമ്മങ്ങൾ ഏതായാലും എന്താക്കി മാറ്റണം? സൽക്കർമ്മങ്ങളാക്കി മാറ്റണം. സൽക്കർമ്മങ്ങളാവണമെങ്കിൽ പ്രാർത്ഥന വേണം. ഒരു വിദ്യ അഭ്യസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് വിദ്യ അഭ്യസിക്കുമ്പോഴെന്തായി, അല്ലേ? അതുപോലെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ വർക്കായാലും നമ്മൾ ആദ്യം ഒരു പതിവുണ്ട്. ഇപ്പോൾ സിനിമയൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളിൽ കാണാം, അവിടെ എന്താ പൂജയൊക്കെ ചെയ്ത് സൈറ്റിൽ പൂജിച്ച്, പിന്നെ എന്താ ക്യാമറ പൂജിച്ച്, ആൾക്കാരെയൊക്കെ പൂജിച്ച് കണ്ടിട്ടില്ലേ? എന്ത് യാതൊന്ന് ചെയ്വതത് നാരായണാർച്ചനകൾ
യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. ഈ ഒരു ഭാവത്തിൽ നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ കുന്തിസ്തുതി, ഭീഷ്മസ്തുതി വരെയാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് കാര്യമില്ലല്ലോ. ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമുക്ക് സമർപ്പണമാക്കാം. ചായയൊക്കെ നിർത്തിയാലും എന്ത് ചെയ്യാം, സമർപ്പണമായിട്ട് മാറ്റാം. അരമണിക്കൂർ ഇടവേള, വൈകുന്നേരം വൈകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ. കൃത്യസമയത്ത് നിർത്തി കൃത്യസമയത്ത് തന്നെ തുടങ്ങും. അങ്ങനെ ഉച്ചവരെ, അത് കഴിഞ്ഞ് 1 മണിക്കൂർ ഇടവേള, വീണ്ടും 4 മണി വരെ 15 മിനിറ്റ്, അങ്ങനെ സമയക്രമത്തോട് കൂടിയിട്ട് ഈ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ പാതാരവിന്ദത്തിൽ സമർപ്പിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ രാവിലത്തെ പൂജയും സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാധാരമണ മുകുന്ദ മുരാരേ, ശരണം മേ തവ ശരണയോ